കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിന് പ്രചരണത്തിനിടെ പരിക്കേറ്റ സംഭവത്തിൽ ബി.ജെ.പി നേതാവ് അറസ്റ്റിലായിരിക്കുകയാണ്. ബി.ജെ.പി കുണ്ടറ പഞ്ചായത്ത് സമിതി ജനറൽ സെക്രട്ടറിയായ മുളവര കഠിനാംപൊയ്ക ജിത്തു ഭവനിൽ സനൽ പുത്തൻവിളയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൃഷ്ണകുമാറിന്റെ പരാതിയെ തുടർന്നായിരുന്നു കുണ്ടറ പോലീസിന്റെ നടപടി. CPM-നെതിരെ പ്രസംഗിച്ചതിന് പിന്നാലെ താൻ ആക്രമിക്കപ്പെട്ടു എന്നായിരുന്നു കൃഷ്ണകുമാറിന്റെ പരാതി. പോലീസ് തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയത് പരാമർശിച്ച് CPM-നെ വിമർശിച്ച് പ്രസംഗിക്കുന്നതിനിടയിൽ മനഃപൂർവ്വം തിരക്കുണ്ടാക്കി CPM പ്രവർത്തകർ ആക്രമിച്ചു എന്നായിരുന്നു കൃഷ്ണകുമാർ പറഞ്ഞത്. ഇത് ചൂണ്ടിക്കാട്ടി കുണ്ടറ പോലീസിൽ കൃഷ്ണകുമാർ പരാതി നൽകുകയും ചെയ്തിരുന്നു. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ഉണ്ടായ ആക്രമണം മനഃപൂർവ്വം എന്നായിരുന്നു കൃഷ്ണകുമാറിന്റെ ആരോപണം. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസും സ്പെഷ്യൽ ബ്രാഞ്ചും നടത്തിയ അന്വേഷണത്തിലാണ് സനൽ പിടിയിലാകുന്നത്. ഇയാളെ പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. കൃഷ്ണകുമാറിനെ സ്വീകരിക്കാനെത്തിയപ്പോൾ അബദ്ധത്തിൽ കണ്ണിൽ താക്കോൽ കൊണ്ടതാണെന്നാണ് സനൽ വ്യക്തമാക്കിയത്. അതേസമയം ആയുധം ഉപയോഗിച്ച് ആക്രമിച്ചു എന്ന കുറ്റമാണ് പോലീസ് സനലിനെതിരെ ചുമത്തിയിരിക്കുന്നത്. മൂർച്ചയുള്ള വസ്തു കൊണ്ടതിനെ തുടർന്ന് കൃഷ്ണകുമാറിന്റെ വലത് കണ്ണിലെ കൃഷ്ണമണിക്ക് പരുക്കേൽക്കുകയും ചെയ്തിരുന്നു. പിന്നാലെ കൃഷ്ണകുമാർ കുണ്ടറ റെയിൽവേ സ്റ്റേഷന് സമീപത്തെ സ്വകാര്യ കണ്ണാശുപത്രിയിലെത്തി ചികിത്സ തേടി. വിശ്രമം നിർദ്ദേശിച്ചിരുന്നെങ്കിലും ബാൻഡേജ് ഒട്ടിച്ച കണ്ണുമായി കൃഷ്ണകുമാർ പ്രചരണം തുടരുകയായിരുന്നു. കുണ്ടറയിലെ ഒരു സ്വീകരണത്തിനിടയ്ക്ക് പെട്ടെന്ന് വലിയൊരു തിക്കും തിരക്കും ഉണ്ടായി. അത് ഉണ്ടായതാണോ ഉണ്ടാക്കിയതാണോ എന്ന് അറിയില്ല. ഈ വേദിക്ക് തൊട്ടു മുൻപത്തെ വേദിയിൽ തൃശൂർ പൂരത്തിലെ വീഴ്ചയെ കടുത്ത ഭാഷയിൽ വിമർശിച്ചിരുന്നു. അത് കഴിഞ്ഞുള്ള യോഗത്തിലായിരുന്നു സംഭവം. യോഗത്തിനിടെ പെട്ടെന്ന് തിക്കും തിരക്കും ഉണ്ടാക്കി കണ്ണിലേക്കൊരു സാധനം കുത്തി എന്നായിരുന്നു കൃഷ്ണകുമാർ പറഞ്ഞത്. ആദ്യം കരുതിയത് അറിയാതെ കുത്തിയതായിരിക്കും എന്നാണെന്നും എന്നാൽ അത് കൃത്രിമമായി ഉണ്ടാക്കിയതാണെന്നുമാണ് പിന്നീട് തോന്നിയതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. പാർട്ടി നിർദ്ദേശം അനുസരിച്ചാണ് പരാതി കൊടുത്തതെന്നും കൃഷ്ണകുമാർ വ്യക്തമാക്കി.